ഹലോ, വെൽക്കം മേക്കർ സാർ. അപ്പോൾ ഞാൻ ഇന്നത്തെ വഴി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്പോയിൻമെൻറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 200 രൂപയാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിഫിക്കേഷൻ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകുന്നു, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കണക്റ്റ് ആവുന്നില്ല, ഒരു രീതിയിലും കണക്റ്റ് ആവുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിഫിക്കേഷൻ കിട്ടുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തോന്ന് ചെയ്യുക. ഞാൻ തന്ന ഞാൻ എന്തോന്ന് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്ന പൈസ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ എനിക്ക് തന്ന പൈസ എന്തോന്ന് ചെയ്യുക, ഞാൻ അതുപോലെ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അപ്പോൾ ആസ്ട്രോളജി അപ്പോയിൻമെൻറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ വരിക. അപ്പം എനിക്കറിയാം, പല രീതിയിലുള്ള ആൾക്കാർ കാണും. ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാർ കാണും, ജ്യോതിഷത്തെ അങ്ങേയറ്റം പുച്ഛത്തോടെ നോക്കുന്ന ആൾക്കാർ കാണും. എനിക്കറിയാം, പല രീതിയിലുള്ള ആൾക്കാരെ അറിയാം. അപ്പോൾ ഞാനും പണ്ട് ആസ്ട്രോളജി അങ്ങേയറ്റം പുച്ഛത്തോടെ രീതി നോക്കിയ ഒരാളാണ്. പക്ഷേ ഞാനിപ്പോൾ അതിപ്പോൾ അത്ര ട്രസ്റ്റ്ഫുള്ളായി വിശ്വസിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിന് വിശ്വസിക്കുന്നില്ല? ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ കണ്ടിട്ടില്ല, ശിവനെ കണ്ടില്ല, കൃഷ്ണനെ കണ്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാനല്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അത് നിങ്ങൾ കാണാത്തതുകൊണ്ട്, നിങ്ങളെ തെളിവില്ലാത്തത് കൊണ്ടുമാണ് ഒരുപാട് ആൾക്കാർ വ്യത്യസ്തകൾ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ആ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ്, ഒരു ഗ്രഹം മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു തീർച്ച ഉണ്ടാക്കി, നിങ്ങൾക്ക് പ്രൂവ് അടക്കം തരും. എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് അതിന് എനിക്ക് തരാൻ എനിക്ക് പറ്റും. മനസ്സിലായില്ലേ? പ്രൂഫ് അടക്കം തരും. ഈ ലോകത്തുള്ള എല്ലാ ഗ്രഹങ്ങളും ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയായിപ്പോയത്, എൻ്റെ അച്ഛൻ എന്താണ് ഇങ്ങനെ, എൻ്റെ അമ്മ എങ്ങനെ, എൻ്റെ കുട്ടികൾ എങ്ങനെ, എൻ്റെ ഭാര്യ എന്താണ് ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുണ്ട്. ഞാൻ എന്താണ് ഇങ്ങനെ? അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ കിട്ടും. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തത് കൊണ്ടാണ് നിങ്ങളിത് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 200 രൂപ നിങ്ങളിപ്പോൾ ജസ്റ്റ് അപ്പം എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ലൈഫിൽ ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായില്ലേ? 200 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആസ്ട്രോളജേഴ്സ് ഉണ്ട്, അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞ ഉടനെ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വാട്സാപ്പിൽ ചോദിക്കുന്ന റിപ്ലൈ തരത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ ഏത് നിയമം നിങ്ങൾ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, വിളിക്കാവുന്നതാണ്. അങ്ങനെ മനസ്സിലായില്ലേ? ഞാൻ മാക്സിമം സേവന മനോഭാവത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എല്ലാവരും. പിന്നെ എൻ്റെ അപ്പം എടുത്താൽ എല്ലാവരും ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ അത്രയും സിൻസിയറായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അപ്പോൾ ഞാൻ എല്ലാവരെയും പറ്റിക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയാം, വേറെ പ്രശ്നമൊന്നുമില്ല. വ്യത്യസ്തമായവരെ ആയിക്കോട്ടെ, നിങ്ങൾ വരിക. നിങ്ങൾക്ക് ദോഷത്തോടെയുള്ള ഒരു വേറെ രീതിയിലുള്ള ഒരു മനോഭാവം മാറ്റിത്തരാൻ എന്നെക്കൊണ്ട് പറ്റും. അതിപ്പോൾ മൈത്രനായാലും രവിചന്ദ്രനായാലും എത്ര വലിയ വ്യത്യസ്തമായെന്ന് പറഞ്ഞാലും ശരിയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് തെളിവുകൾ നിരത്തി വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങളെ മുമ്പിൽ തന്നെ ഞാൻ തെളിവ് നിരത്തിക്കൊണ്ട് വയ്ക്കുമ്പോൾ, ആ തെളിവുകൾ നിങ്ങളെ കാണിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള തെളിവുകൾ ഞാൻ അങ്ങോട്ട് നിരത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ, വിശ്വസിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. മനസ്സിലായി? തെളിവുകളെല്ലാം നമുക്ക് വിശ്വസിക്കാം. അതാണ് വ്യത്യസ്തയുള്ള ഒരു മൈൻഡ് സെറ്റ്. നമുക്ക് തെളിവുണ്ടോ, നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തെളിവാണ് വേണ്ടത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് വെച്ച്. പിന്നെ എന്താണ് ബെനിഫിറ്റ്? ഒരുപാട് ബെനിഫിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, കല്യാണം, മാരേജ് ബേസുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, കരിയർ, ജോബ്, അസുഖങ്ങളെ കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഈ ഫിസിക്കൽ എല്ലാ കാര്യങ്ങളും. അതുമാത്രമല്ല, നിങ്ങളുടെ ഒരു തലമുറ മുഴുവൻ ഉള്ള ഒരു കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു മക്കളുണ്ടാവുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങളെ വരും തലമുറയെ നിങ്ങൾക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിലായില്ലേ? വരും തലമുറയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി. അത് മാത്രമല്ല, ഇനി വരും തലമുറയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കുട്ടികളിൽ നിന്നും അത് എങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഓരോരുത്തർ രീതിയിൽ എടുക്കാവുന്നതാണ്.
പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയുന്നത് DNA ആസ്ട്രോളജിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് ആയിരിക്കും കൂടുതൽ നിങ്ങൾ എഫക്റ്റീവ്. സൊല്യൂഷൻ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ അപ്പോയിൻ്റ് എടുക്കാനുള്ള ചാർജ് 200 രൂപയാണ്. അത്രയേ ഉള്ളൂ, 200 രൂപയാണ്. പിന്നെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വെറുതെ അനാവശ്യമായിട്ട് ഇപ്പോൾ എഞ്ചിനീയറിങ്ങും ഡോക്ടറിനും MBBSനും ഓരോന്നിനും പഠിക്കാൻ, നഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോയിട്ട് വർഷങ്ങൾ കളയും. 4-5 വർഷങ്ങൾ വെറുതെ സ്പോയിലാക്കിയിട്ട് ഇപ്പോഴും ജോലി കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ജോലിയിൽ ബിസിനസ് നടത്തുമ്പോൾ അത് മൊത്തം പൊട്ടിപ്പോയി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ അവിടെയും പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു, ഇതെങ്ങനെ മാറ്റിയെടുക്കാം, ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം. ആസ്ട്രോളജിയിൽ ഞാൻ പറഞ്ഞത് ബാലൻസിങ് മാത്രമേ നടക്കത്തുള്ളൂ. മൊത്തത്തിൽ ഒരു സൊല്യൂഷൻ കിട്ടും. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു തീവ്രത കുറച്ച്, ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആക്കണം എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയെന്ന് വരാം. നിങ്ങളുടെ പ്ലാനറ്ററി പ്ലേസ്മെൻറ്റ് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ വരെ കിട്ടിയെന്ന് വരെ ഇതിൽ നിന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന അപ്പോയിൻമെൻ്റ് എടുക്കുക, വരിക, നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. ഏത് തൊഴിലിൽ പോകണമെന്നും എല്ലാം പറയുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒരുപാട് സ്ത്രീകളുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളും പറയുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള സ്ഥിതിക്ക് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, അവർക്ക് എംപവർമെൻറ്റ് കൊടുക്കാനും ഇനി നമുക്ക് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് സ്ത്രീകളെല്ലാം ടോക്സിക് ആയിട്ട് ഉള്ള പാരൻറ്റിങ്, അങ്ങനെ ടോക്സിക് ആയിട്ടുള്ളൊരു സ്പൗസിൻ്റെ കൂടെ ജീവിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു അടിമയെപ്പോലെ ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അതേപോലെ ചില സ്ത്രീകൾക്കുണ്ട്, അവർ പഠിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്ന, അവർക്കൊന്നും അറിയത്തില്ല ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്പൗസ് എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ഇവർ കല്യാണം കഴിക്കുമ്പോഴായിരിക്കും ഒടുക്കത്തെ പീഡനം അവിടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ഇതെങ്ങനെ ശരിയാക്കണം, എങ്ങനത്തെ സ്പൗസാണ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ ആസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് ചെയ്യാം, നമുക്ക് ഒരു റെഡ് ലൈൻ പോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതേപോലെ കടലുകളും വലിയ കടലിലൊക്കെ നമ്മൾ നീന്താനും കുളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ചുവന്നൊരു മനസ്സിലായില്ലേ, ഡേഞ്ചർ എന്ന് പറയുന്ന നമ്മൾ വിസിലടിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി എപ്പോഴാണ് ഞാനെന്ന് പറയുമ്പോൾ ഡേഞ്ചർ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരും. ഡേഞ്ചർ ഒരു നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കുഴി ഉണ്ടെങ്കിൽ, നിങ്ങൾ അറിയാത്തൊരു വായുക്കുഴി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും, അവിടെ ഉണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തരും. അത് മുൻകൂട്ടി ആ കുഴിയിൽ നിന്ന് വീഴാതെ പോവാൻ നിങ്ങളെന്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളവിടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ്. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷേ പ്രശ്നത്തിൻ്റെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ ദാരിദ്ര്യം, പൈസ ഉപയോഗിച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ആരായാലും, അതൊരു ആസ്ട്രോളജർ ആയാലും, ഇപ്പോൾ ഹിന്ദു മിത്തോളജി ആയാലും, ക്രിസ്ത്യൻസിലാണെങ്കിൽ പോലും യേശുവിൻ്റെ തലയിലും യേശുവിൻ്റെ 4 സൈഡിൽ കൂടെയും വന്ന് ആണി അടിച്ചിട്ട് യേശുവിനെ തട്ടിക്കളഞ്ഞു. അതുപോലെയാണ് ശിവന് ബ്രേക്കപ്പ് ഉണ്ടായി. അതുപോലെ കൃഷ്ണൻ മരിച്ചുപോയി. അപ്പോൾ ഒരുപാട് വിധികളെ നമ്മൾ നടക്കാൻ പറ്റത്തില്ല. ഒരു മരണം പോലത്തെ ഒരു വിധി നമുക്കാർക്കും നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. അത് ഏത് ആസ്ട്രോളജിനെ പോയി കണ്ടാലും. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഈ പ്രശ്നം വരാൻ പോകുന്നത് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനെ ഒന്ന് ഫേസ് ചെയ്യാൻ റെഡിയായി നിന്നോ എന്ന് എനിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിലതിന് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, ചിലതിന് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് ഇപ്പോഴേ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. ജെന്യുവനായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പറ്റുന്ന പോലെ നമ്മൾ ഇതാക്കി. ചിലവർക്ക് വിധിയായിരിക്കും, ചില ലൈഫ് ഇങ്ങനെ പോകണമെന്നൊരു വിധിയായിരിക്കും. അതേ നമുക്ക് തടയാനും ആർക്കും പറ്റത്തില്ല. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ വരിക, വന്ന് അപ്പോയിൻമെൻ്റ് എടുക്കുക. ഓക്കെ. ഇപ്പോൾ